നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കൊച്ചിയിൽ കേരള സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു. ലെറ്റസ് ടോക്ക് AI എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അതിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ ഉദ്ഘാടനം മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് എഴുതുകയാണ് ലെറ്റസ് ടോക്ക് AI എന്ന്. പക്ഷേ അതിന് മുമ്പായിട്ട് കേരളം ലെറ്റസ് ടോക്ക് AI എന്ന് എഴുതണം. അതിനാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ഒരു പരുവത്തിൽ ലെറ്റസ് ടോക്ക് AI എന്നൊക്കെ ഒപ്പിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള കേരളത്തിന് കുറേ സ്പെല്ലിങ് കൂടിപ്പോയില്ലേ എന്ന് സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കേരളം എന്ന് എഴുതാനറിയാത്ത, ഇംഗ്ലീഷിൽ എഴുതാനറിയാത്ത ഒരാളാണോ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇത് ട്രോൾ ചെയ്യപ്പെടുന്നത്. എന്നാലോചിച്ച് നോക്കി, എത്രയോ തവണ MLA ആയി, മന്ത്രിയായി, പാർലമെൻറ്റ് അംഗം വരെ ആയ വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന ഈ വ്യക്തി. ആ വ്യക്തി ഇതുപോലെ, അതായത് ഇത് കേരളം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ AIയുടെ കാലമാണല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഡൽഹിയിൽ AI സമ്മിറ്റ് നടത്തിയിരുന്നത് കേന്ദ്ര സർക്കാരാണ്. തുടർന്ന് ഓരോ സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ സന്നിഹിതരായിരിക്കും. അപ്പോൾ അവരുടെ മുന്നിൽ കേരളത്തിലെ ഒരു മന്ത്രി ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്കല്ലേ നാണക്കേട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ BJPക്കെയും BJP മന്ത്രിമാരെയൊക്കെ അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുകൊണ്ട് ട്രോളാറുണ്ട്, പരിഹസിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ലാത്ത ആളുകളാണ് ഇവർ എന്ന് അവർ തന്നെ തെളിയിക്കുകയാണ്. ഇത് സംഖ്യകളാരെങ്കിലും ആരോപിക്കുന്നതല്ല, അത് അവർ തന്നെ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതാണ്. മുൻപ് നമ്മൾ ഇവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്നിപ്പോൾ ജീവനോടില്ല, മരിച്ചുപോയി, കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം കേരള പോലീസ് എന്ന് എഴുതി വെച്ചത് തെറ്റിച്ചാണ് എഴുതിയത്. അതും ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോഴാണ് തെറ്റിച്ച് എഴുതി വെച്ചത്. ഏതാണ്ട് സമാനമായ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം പാർലമെൻറ്റിൽ വരെ പോയിരുന്നിട്ടുള്ളതാണ്. എന്നിട്ട് നോക്കൂ, ഇവിടെ എത്രയോ തവണ മന്ത്രിയായി, MLA ആയി, എന്നിട്ട് എഴുതി വെക്കുന്നു ലെറ്റസ് ടോക്ക് AI എന്നുള്ളത് അദ്ദേഹം എങ്ങനെയോ ഒപ്പിച്ചെഴുതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. ഇതിപ്പോൾ എങ്ങനെ വായിക്കണം? ഒരുപക്ഷെ ഇതൊക്കെ ട്രോളായി കഴിയുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതി അതൊന്നും അത്ര ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ എപ്പോഴും BJPക്കാരോ അല്ലെങ്കിൽ സംഖ്യകളെ പറയും അവർക്ക് വിവരമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് സ്കൂളുണ്ടോ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ നോക്കൂ, വിദ്യാഭാരതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35,000-ഓളം സ്കൂളുകൾ നടത്തുന്ന ഒരു സംഘടന, RSS എന്ന സംഘടന അവരുടെ കൂടെയാണ്. അവരുടെ കേന്ദ്രമന്ത്രിമാരെയും മറ്റുമൊക്കെ നോക്കൂ, എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ സിവിൽ സർവീസ് കഴിഞ്ഞ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സർക്കാർ ജോലിയിലൊക്കെ ഇരുന്ന് അവർ വിരമിച്ച് കഴിയുമ്പോൾ അവർ RSSൽ ചേരുകയോ അല്ലെങ്കിൽ BJPയിൽ ചേരുകയോ ചെയ്യുന്ന കാഴ്ച കാണാം. അങ്ങനെ വിദ്യാഭ്യാസമുള്ളവരാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. പക്ഷേ ഇവർ നിന്ന് നിരന്തരം കളിയാക്കുന്ന അവരെയാണ്. എന്നാൽ കാണിച്ചു വെക്കുന്നത് ഇതാണ്. നല്ലത് തന്നെ, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് അപ്പോഴപ്പോൾ കാര്യങ്ങൾ ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആർക്കാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതെന്നും ആർക്കാണ് ഇത് ഇല്ലാത്തതെന്നും ജനങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്.